ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ എനിക്കറിയാം ഇത് കുറച്ച് ലേറ്റായിപ്പോയി, കുറച്ച് വയ്യായികയും പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് വർക്ക് പെൻഡിങ് ആയിപ്പോയി. അപ്പോൾ അതൊക്കെ തീർക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ലേറ്റ് ആയിപ്പോയത് കേട്ടോ. ഇത് നമ്മുടെ കല്യാണത്തിൻ്റെ ബാക്കി വീഡിയോ ആണ്. ഞാനവിടെ ഹൽദിയും പിന്നെ തലേ ദിവസത്തെ പരിപാടിയുടെ ഒക്കെ വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ കല്യാണം, റിസപ്ഷൻ അതൊന്നും ഇടാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനു മുന്നേ കമ്മിറ്റ് ചെയ്ത കുറച്ച് വർക്കൊക്കെ തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ബാക്കി കല്യാണ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഇതിപ്പോൾ കല്യാണ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കസിൻ്റെ കല്യാണമായിരുന്നു. ഞാൻ എൻ്റെ ഹൽദിയുടെയും പിന്നെ തലേ ദിവസത്തെ പരിപാടിയുടെ ഒക്കെ വീഡിയോ ഇട്ടിരുന്നു. അങ്ങനെ അമ്മലിതേ പ്രദക്ഷിണമൊക്കെ വെച്ച് മണ്ഡപത്തിൽ കയറിയിട്ടോ. അമ്മാവനും അമ്മായിയും പിന്നെ അർജുനും ഉണ്ട് ഒപ്പം. അപ്പോൾ അവരതേ തൊഴുത് മണ്ഡപത്തിലേക്ക് ഇരിക്കാൻ പോകുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പെണ്ണിൻ്റെ എൻട്രിയാണ് കേട്ടോ. അഞ്ജലി എന്നാണ് പെണ്ണിൻ്റെ പേര്. അപ്പോൾ ഈ താലപ്പൊലിയൊക്കെ ആയിട്ട് പെണ്ണ് മണ്ഡപത്തിലേക്ക് കയറാണ്. അങ്ങനെ മണ്ഡപത്തിലുള്ള ചടങ്ങ് കഴിഞ്ഞു. പരസ്പരം ഹാരം അണിയിച്ചു, പിന്നെ പുടവ കൊടുത്തു, പിന്നെ പെണ്ണിൻ്റെ അച്ഛൻ കൈ പിടിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഞങ്ങളിതേ പുറത്തിരിക്കാൻ കേട്ടോ. പിള്ളേരൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു. കണ്ണാപ്പിക്കാണെങ്കിൽ ഉറക്കം ശരിയാവാത്തതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്, അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും അവൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ദേ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാതിരിക്കാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതേ ആമീനെ ഒന്നും ഈ വീഡിയോയിൽ കാണാനും കൂടി ഇല്ല, കാരണം പെണ്ണ് കുറച്ച് വാശിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കണ്ണനായാലും ഞാൻ പറഞ്ഞല്ലോ, ഉറക്കത്തിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് എല്ലാവരും കൂടി ഒരുമിച്ചാട്ടോ ഫുഡ് കഴിക്കുന്നത്. കൊച്ചച്ചന്മാരും ചിറ്റമാരും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നിരന്ന് പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങണ ടൈമും ആവാറായി കേട്ടോ. അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ ഇവിടെ നിന്ന് തൊടുപുഴ വരെ. അങ്ങനെ അതേ വീടെത്തി അതേ പെണ്ണിനെ സ്വീകരിക്കാനുള്ള ആരതിയൊക്കെ റെഡിയാക്കി. പിന്നെ വരുന്ന വഴിക്കുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം ഞാൻ വണ്ടി കയറി അങ്ങനെ നല്ലൊരു ഉറക്കമുറങ്ങി. അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ, അത്രയും നേരം തന്നെ നല്ല ഉറക്കമുറങ്ങി കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായി, കാരണം തലേ ദിവസം വൈകിയാണ് കിടന്നത്. പിറ്റേ ദിവസം നേരത്തെ എഴുന്നേറ്റ് റെഡിയാവുകയൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഉറക്കമാണ് ഉറങ്ങിയത്. പിന്നെ അതേ ചെറുക്കനും പെണ്ണൊക്കെ എത്തി. അപ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് ഇതേ ചെറിയ താലമൊക്കെ ആയിട്ട് പിള്ളേർ ഇറങ്ങി വരാൻ കേട്ടോ.
അപ്പോൾ നമുക്ക് ബാക്കി ചടങ്ങൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാല് കഴുകിക്കലാണ് കേട്ടോ. രണ്ടുപേരുടെയും കാല് കഴുകും. അത് ചെറുക്കൻ്റെ അനിയനാണ് കഴുകിക്കേണ്ടത്. അപ്പോൾ അതേ ആദ്യം അമൽ കയറി നിന്നു. അമലിനെ കാല് കഴുകിക്കണം. പിന്നെ അഞ്ജലീനെയും കാല് കഴുകിച്ചിട്ട് വേണം കയറ്റാനായിട്ട്. പിന്നെ അമ്മായി ആരതി ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരതി ഒഴിഞ്ഞ് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തു രണ്ടുപേർക്കും. എന്നിട്ടാണ് നമ്മൾ വിളക്ക് കൊടുത്ത് കയറ്റുന്നത്. പിന്നെ അതേ ചിറ്റ വിളക്കൊക്കെ കൊടുത്ത് അകത്തേക്ക് സ്വീകരിക്കുകയാണ്. അപ്പോൾ അതേ തൊട്ട് തൊഴുത് വിളക്കൊക്കെ മേടിച്ച് അഞ്ജലി ഇതേ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറാണ്. പിന്നെ ചെന്ന് ഒരു പറ വയ്ക്കണമായിരുന്നു. അപ്പോൾ പറ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ പാലും പഴവും കൊടുക്കുന്ന ചടങ്ങാണ്. ആദ്യം ദേ അമ്മായിയാണ് പാലും പഴവും കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ പുറകെ കുറേ എല്ലാ റിലേറ്റീവ്സും പാലും പഴമൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ കല്യാണ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നാളത്തെ റിസപ്ഷൻ്റെ വിശേഷമായിട്ട് വരാം. ഇനി എത്രയും പെട്ടെന്ന് വീഡിയോസൊക്കെ ഇടാൻ നോക്കാം കേട്ടോ. കാരണം അറിയാലോ വയ്യാതിരിക്കണതുകൊണ്ടാണ്. പിന്നെ ഇത് ഞങ്ങളും പാലും പഴമൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.